തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്ക് ഇറക്കുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആണ് ഷൈൻ ടോം ചാക്കോ ഇന്ന് ചോദ്യം ചെയ്തത്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ സൗമ്യ എന്നിവരെയാണ് ഇന്ന് ചോദ്യം ചെയ്തത്. സൗമ്യ വിട്ടയച്ചിരുന്നു. സൗമ്യ പുറത്തെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടാണ്. ഷൈൻ ടോം ചാക്കോ പ്രതികരിച്ചിട്ടില്ല. ഉണ്ട്. ചോദ്യം ചെയ്ത് വിട്ടയക്കലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തസ്ലീമ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതിയുമായി നടന്മാർക്കുള്ള ബന്ധമാണ് പോലീസ് അന്വേഷിച്ചത്. ചോദ്യാവലി തയ്യാറാക്കിയ ശേഷമാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും വിളിപ്പിച്ചിരുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഇന്ന് രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. പോലീസ് വാഹനത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകുന്നത്. ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് നേരത്തെ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നിരുന്നത്. ഒരുപക്ഷെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യലിനിടയിൽ ഷൈൻ ടോം ചാക്കോ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം നേരത്തെ പുറത്തു വന്ന വിവരമാണ്. മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷം ഇപ്പോൾ തിരിച്ചു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്. എക്സൈസിന്റെ വാഹനത്തിൽ അർജുൻ മട്ടന്നൂരിന്റെ അർജുൻ, വളരെ വേഗം ആ വിവരം കൂടി അറിയേണ്ടതുണ്ട്. ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലേക്കാണോ കൊണ്ടുപോകുന്നത്? സ്മൃതി, ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ തൊടുപുഴയിലുള്ള ഒരു സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നേരത്തെ ഷൈൻ ടോം ചാക്കോയെ എക്സൈസിനോട് പറഞ്ഞത് ബംഗളൂരുവിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു അദ്ദേഹം. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തൊടുപുഴയിലെ ഒരു സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസ് കൊണ്ടുചെന്നാക്കുന്നത്. അവിടെ ഷൈൻ ടോം ചാക്കോയെ പ്രവേശിപ്പിച്ച ശേഷം എക്സൈസ് സംഘം മടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ നേരത്തെ തന്നെ ഡി അഡിക്ഷൻ സെന്ററിലടക്കം ചികിത്സ തേടിയിരുന്നു എന്ന് ഷൈൻ ടോം ചാക്കോ എക്സൈസിനോടും പോലീസിനോടും ഒക്കെ തന്നെ മൊഴി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലുള്ള മറ്റൊരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ തുടരാൻ അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം തയ്യാറാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും ഷൈൻ ടോം ചാക്കോയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷം ഡി അഡിക്ഷൻ സെന്ററിലേക്ക്, മൂവാറ്റുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്.